ജന്മനാ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ പാടായിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ എൻ്റെ കെട്ടിയോൻ നേരെ തിരിച്ചാണ് കേട്ടോ. അവന് 10th-ലും +2-ലും ഒക്കെ പഠിക്കുന്ന കുറേ പിള്ളേരുമായിട്ട് ഇപ്പോഴും നല്ല കോൺടാക്റ്റ് ഉണ്ട്. ആ കോൺടാക്റ്റ് എന്തായാലും എനിക്ക് ഉപകാരമായി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് തുടങ്ങിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ +2-ൽ ഉണ്ടായിരുന്നൊരു കുട്ടിയുടെ ചേട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയപ്പോഴാണ് ഈ ബാക്കിയുള്ള പിള്ളേരെ കൂടെ കാണുന്നത്. നല്ല അടിപൊളി വൈബ് പിള്ളേർ കേട്ടോ. ഇവരാണെങ്കിലോ നിന്ന് നിപ്പിൽ ചായ കുടിക്കാനെന്നൊക്കെ പറഞ്ഞ് മാനന്തവാടി വരെയൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരുന്ന ടീമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരുന്നപ്പോൾ അവർക്ക് ജീപ്പുണ്ട്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ആ പോക്ക് നേരെ എത്തിയത് വയനാട് ഏലപ്പീടിയ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ നല്ല മഴയായിരുന്നു. ആകെ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും ഒത്ത് മഴയൊക്കെ കൊണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബ് പിള്ളേർ. എനിക്ക് അങ്ങനെ ഒരു കോൺടാക്റ്റും അത്രയും ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചു, പിന്നെ ഒരുപാട് സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ പണ്ടത്തെ സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഇനിയും ഒരു ദിവസം കൂടണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിട്ടേൺ വന്നത്. വരുന്ന വഴി മോമോസൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ 11-11:30 ആയിട്ടുണ്ടായിരുന്നു.